മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഇന്നലെ രാത്രി 11 മണിക്ക് തുടങ്ങിയ ഗതാഗതക്കുരുക്ക് ഇതുവരെ അവസാനിച്ചിട്ടില്ല. മുരിങ്ങൂർ വരെയുള്ള ഭാഗത്താണ് ഈ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എന്തൊരു കുരുക്കാണിത്. ഇത് എപ്പോഴൊന്ന് അഴിക്കാൻ സാധിക്കും ലിഷോയ്? എന്താണ് ഇതിന്റെ കാരണം? മറ്റൊന്നുമല്ല, സുപ്രീം കോടതി വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. അതായത് ഈ പാലിയേക്കര ടോൾ പിരിവ് നടത്തുമ്പോഴും ഈ റോഡുകളൊന്നും തന്നെ യാത്രായോഗ്യമല്ല. അവിടെ പലയിടങ്ങളിലും ഈ മേൽപ്പാലം പണി നടക്കുന്നുണ്ട്. ഏകദേശം 4 ഇടങ്ങളിലാണ് ഈ പാലിയേക്കര മുതൽ അങ്കമാലി വരെയുള്ള ഇടത്ത് ഈ മേൽപ്പാലം അതുപോലെ തന്നെ അടിപ്പാത നിർമ്മാണവും ഒക്കെ നടക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ നടത്തുമ്പോൾ പകരം പോകേണ്ട റോഡ് അത് സഞ്ചാരയോഗ്യമാക്കണം. ഏറ്റവും മികച്ച റോഡുകൾ തന്നെ, സാധാരണ ഒരു ഹൈവേ എങ്ങനെയാണോ പണിയുന്നത് അതുപോലെ തന്നെ അത്രത്തോളം ഗുണനിലവാരത്തോടു കൂടി മറ്റ് സമാന്തര പാത ഗതാഗതം ലഭ്യമാക്കണം എന്നുള്ളതാണ് ഈ കോൺട്രാക്റ്റിലൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ അതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ റോഡുകളും താറുമാറായി കിടക്കുകയാണ്. ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ പകരം സംവിധാനങ്ങൾ ഒന്നും തന്നെ കൃത്യമായി ഒരുക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള പകരം സംവിധാനങ്ങളൊന്നും തന്നെ കൃത്യമായി ഒരുക്കാതെ അവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി നേരത്തെ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാനായി പറഞ്ഞത്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ആ ടോൾ പിരിവ് നിർത്തിവെക്കാൻ പറഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞു. ഇതുവരേക്കും ഈ ഗതാഗതക്കുരുക്കിന് ഒരു തരത്തിലുള്ള ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഗതാഗതക്കുരുക്കായി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഗതാഗതക്കുരുക്ക് ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഇന്നലെ മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്ത് ഈ കുഴിയിൽ വീണ ശേഷം ഒരു മരം കയറ്റി വന്ന ലോറി അത് മറയുകയുണ്ടായി. അതിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളൊക്കെ തന്നെ റോഡിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സമയം അവിടെ ഏകദേശം 8 മണി മുതൽ പുലർച്ചെ വരെ ഈ സമാനമായ ഗതാഗതക്കുരുക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്ന് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ കഷ്ണങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ലോറി അവിടെ നിന്ന് മാറ്റുകയുമാണ് ചെയ്തത്. അതിനുശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചുവെങ്കിൽ പോലും ഇന്ന് പുലർച്ചെ ശക്തമായ ഗതാഗതക്കുരുക്കാണ് ആ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ചാലക്കുടിയിൽ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ഇന്നിപ്പോൾ ഗതാഗതക്കുരുക്കുള്ളത്. ആ വഴിയിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ബാക്ക് ടു ബാക്ക് വണ്ടികൾ ഇങ്ങനെ കിടക്കണം. ഇപ്പോൾ ഒരു ആംബുലൻസ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇത്രമാത്രം കുരുക്ക്. നമുക്കറിയാം തൃശ്ശൂരിൽ ശക്തമായിട്ട് മഴയുമുണ്ട്. അപ്പോൾ ഈ ഒരു രാവിലെ തന്നെ ഇത്രയും വലിയൊരു ക്യൂ കാണുമ്പം ഇത് എപ്പോൾ ഒന്ന് തീരും? ആളുകൾക്കൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പല ആവശ്യങ്ങൾക്ക് പോകാനുള്ള ആളുകളാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം അത് എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കുരുക്കുണ്ടാകുന്നു, ഗതാഗത കുരുക്കുണ്ടാകുന്നു, വന്നിട്ട് കുറച്ച് സമയം വണ്ടികൾ കടത്തിവിടുന്നു, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നത് വലിയ കഷ്ടം തന്നെയാണല്ലേ ലിഷോയ്? തീർച്ചയായും ഇതിലിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ ദേശീയപാത അതോറിറ്റി എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൽ എത്രത്തോളം ലാഘവത്തോടെയാണ്, നിസ്സംഗതയോടെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റി എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ കുരുക്ക് കഴിയണമെങ്കിൽ അവിടുത്തെ റോഡ് മികച്ചതാക്കണം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലെ ആ കുഴികൾ ഒഴിവാക്കി അത് കൃത്യമായ സഞ്ചാരയോഗ്യമായ റോഡ് ശരിയാക്കണം എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. മുരിങ്ങൂരിൽ മാത്രമല്ല, ആമ്പല്ലൂരിലും അതുപോലെ തന്നെ പേരാമ്പ്രയിലും ഒക്കെ തന്നെ ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഗതാഗതക്കുരുക്ക് ഉണ്ട് താനും. ശരി ലിഷോ, എന്തായാലും വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഇങ്ങനെ അടിപ്പാത നിർമ്മാണമൊക്കെ നല്ലതാണ്. വികസനം വരുമ്പോൾ അതിലേക്ക് എടുക്കുന്ന ഒരു സമയം അത് ആളുകളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ നോക്കൂ, എത്രമാത്രം വാഹനങ്ങളാണ് ഈ രാവിലെ ഇങ്ങനെ കിടക്കുന്നത്. പല ആവശ്യങ്ങൾക്കായിട്ട് പോകേണ്ട ആളുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അടിയന്തര ഘട്ടം ഒരു ആംബുലൻസ് വന്നു പോയാൽ എന്ത് ചെയ്യും? ഇത് ഒക്കെ വലിയ ചോദ്യമാണ്. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഇതിനൊരു തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ആരോട് പോയി പറയും, ആര് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വികസനം വരണം, പക്ഷേ അതിനനുസരിച്ചിട്ട് ആളുകൾക്ക് മറുവഴി കൂടി കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഈ ഒരു ഗതാഗത കുരുക്കിൽപ്പെട്ട് എത്ര എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ, എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്നത് പ്രത്യാശിക്കാൻ മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ സാധിക്കുകയുള്ളൂ. ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.